ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മട്ടൻ സ്റ്റൂവും ആവിയിൽ വെച്ച ബ്രെഡുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയ 1/2 kg മട്ടൻ എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ പെപ്പറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത പൊടികളൊക്കെ നന്നായി ഇറച്ചിയിലേക്ക് പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ, കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിലിട്ടെടുക്കാവേ. ഇപ്പോൾ ഇതാ വിസിലൊക്കെ ഇട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ വെജിറ്റബിൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒരു വിസിലിട്ടെടുക്കാവേ. അപ്പോൾ ഇനി നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരുംജീരകം എന്നിവ ചേർത്തിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സവാള എടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം വഴങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ടല്ലേ. അപ്പോൾ അതാ നമ്മൾ ചേർത്ത സവാള അത്യാവശ്യം വഴങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മട്ടനൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ളൊരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് 2ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഇതാ ഒരു 1.5 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് കാഷ്യൂ മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുതിർത്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം കാഷ്യൂ അരച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3-4 ടേബിൾ സ്പൂണേ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1ാം പാൽ ഒഴിച്ച ശേഷം ഒരുപാട് തിളക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളവന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് താളിപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി ചേർത്ത് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുള്ളിയുടെ നിറം ഇതുപോലെ ഈ കളറിലാവുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി നമ്മൾ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്താൽ സ്റ്റൂ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്ത് ആവിയിൽ വെച്ചാലോ. അപ്പോൾ നമ്മളിതാ കുറച്ച് ബ്രെഡ് എടുത്ത് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആവിയിൽ വെച്ച ബ്രെഡും സ്റ്റൂവും ചേർത്ത് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായൊരു സപ്പോർട്ട് ചെയ്യണേ.